ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധി, അതിൽ കെടുകാര്യസ്ഥത ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. നാട്ടുകാർ ബുദ്ധിമുട്ടുന്നുമുണ്ട്. അതിൽ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നതേയില്ല, അയ്യോ ഞങ്ങളുടെ കൈ കെട്ടിയിട്ടേ എന്നായിരുന്നല്ലോ. ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ. അപ്പോൾ അതൊക്കെ കോടതി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കോടതി പറയുന്നത് ഇന്ന് പോയത് എന്തിനാണ്, അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിച്ചത് എന്താണ്? ഇന്ന് പ്രതീക്ഷിച്ചത് ഇടക്കാല ആശ്വാസമാണ്. ഒരു ഇടക്കാല ആശ്വാസവുമില്ല. മാത്രമല്ല ഭരണഘടനാ ബെഞ്ച് ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. 5 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ പരിധിയിൽ എന്തായാലും കിട്ടില്ല. ഞാൻ വിചാരിക്കില്ലടാ. ഇനി 5 അംഗ ഭരണഘടനാ ബെഞ്ച് അതിൽ ഭരണഘടനയുടെ 293 അനുച്ഛേദ പ്രകാരം കടമെടുപ്പ് പരിധി തീരുമാനിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ കോടതിയിൽ ഉണ്ടായിട്ടില്ല. അത് ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ വിശാരദന്മാരൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് നിയമോപദേശമൊക്കെ എടുത്ത് പോയതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഈ കാര്യം അവിടെ ചെയ്തിട്ടില്ല എന്നതും ഇന്ന് വ്യക്തമാവുകയാണ്. അതായത് അല്ലാതെ കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഈ പറയുന്ന 24,434 കോടി രൂപ കേരളത്തിന് കൊടുത്തേക്കു എന്നൊന്നുമല്ല ഭരണഘടനാ ബെഞ്ച് വിധിക്കാൻ പോകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 131 and 293 ഇതിന്റെ രണ്ടിന്റെയും ഇന്റർപ്രിട്ടേഷൻ ആണ് ഭരണഘടനാ ബെഞ്ചിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിന് തിരിച്ചടിയായത് എന്താണ് എന്ന് കൂടി പറയണം. അത് ഡോക്ടർ ടി.എം. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്തെ എടുത്ത അധിക കടമാണ്. 2016 മുതൽ 2020 വരെ എടുത്ത അധിക കടമാണ് കേരളത്തിന് തിരിച്ചടിയായത്. അല്ലെങ്കിൽ തോമസ് ഐസക് ധനമന്ത്രി ആയിരിക്കുമ്പോഴുള്ള മിസ്മാനേജ്മെന്റ് അല്ല, അത് ഇപ്പോഴത്തെ കെ.എൻ. ബാലഗോപാലിന്റെ മിസ്മാനേജ്മെന്റ് അല്ല. പിന്നെ സബ്സ്റ്റാൻഷ്യൽ റിലീഫ് ഞങ്ങൾ തന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു. 13,608 കോടി രൂപ കേരളത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. കേരളം ഡിസേർവ് ചെയ്യുന്നതാണ്, അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതാണ്, അത് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. അപ്പോൾ ഇനി സബ്സ്റ്റാൻഷ്യൽ റിലീഫ് അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നത് കോടതി വ്യക്തമാക്കുന്നു. പിന്നെ കണക്കിലെ പൊരുത്തക്കേട്, ഓരോ തവണയും ഓരോ കണക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓറലി പറഞ്ഞ ഈ അൺയൂട്ടിലൈസ്ഡ് ബോറോയിങ്ങിനെ കുറിച്ച് പറയുന്നത് 10,722 ആണ്. നെഗോസിയേഷൻസിൽ പറയുന്നത് 24,434 കോടിയാണ്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഇവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എത്രയാ, അതും മറ്റൊരു കണക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കണക്കിലെ പൊരുത്തക്കേടൊക്കെ ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ട് എന്നുള്ള കേരളത്തിന്റെ വാദം പൊളിച്ച് കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 26,619 കോടിയുടെ വെട്ടിക്കുറവ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ മാത്രം, അല്ലെങ്കിൽ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ തിരിച്ചടി തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. നായി നക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോ അതും സംഭവിച്ചു.